കണ്ടു ഞാൻ ഹൃദയം കേട്ടു ഞാൻ കൃപാകർഷമാകുവാൻ എല്ലാ സജ്ജതകളെയും പരിപാവനമായ പാലത്തറ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ പാലത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇവിടുത്തെ സമൂഹ സത്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. വിദേശത്തിന്റെ പല ഭാഗത്തുനിന്നും വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്ന നയനമനോഹരമായുള്ള കെട്ടിടാഴ്ചകൾ പുരാണകഥയിലെ ഇതിഹാസ കഥാപാത്രങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഇത്തരം മഹോത്സവോത്സവം ഈ പുണ്യവർമ്മം സാക്ഷ്യപ്പെടാവുന്ന അന്നത്തെ ഒരു ഉത്സവ ദീപാരാധന പ്രിയപ്പെട്ടവരെ, കമ്മിറ്റിയുടെയും തീരുമാനങ്ങളും സമൂഹ സത്യയുടെ കാഴ്ചകളും വളരെ തിരക്കില്ലാതെ കാണുന്നത്. 700ഓളം ആൾക്കാർക്കിരിക്കുന്ന വേദിയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എത്ര ജനത്തിരക്ക് വന്നാലും അത് കവർ ചെയ്യാനുള്ള ശക്തിയാണ് കമ്മിറ്റി ഭാരവാഹികൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് പാലത്തറ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധ നേടുന്നൊരു ക്ഷേത്രമാണ്. പാലത്തറയ്ക്ക് മരമുണ്ട്, ഇവിടെ തണലുണ്ട്, നല്ല കൂളിംഗ്. ഈ ചൂട് സമയത്തും അമ്പലത്തിൻ്റെ മുൻവശം വൃക്ഷങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയുടെ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ഭക്തര് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പാലത്തറ ഉത്സവങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു അമ്പലമാണ് പാലത്തറ എന്ന് പറയുന്നത്. ശ്രദ്ധ നേടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. നമസ്കാരം, എന്തുണ്ട്? ഇപ്പം തന്നെ എന്തായാലും നമുക്ക് ഇലയിരുന്ന് കഴിക്കാൻ ഭാഗ്യമുണ്ടായി. ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ബിന്ദു, അങ്ങനെ ഭാഗ്യം ഉണ്ടായില്ലേ? അതിൽ കൂടുതൽ ഭാഗ്യം എന്താ വേണം അല്ലേ സാറേ? അമ്മയല്ലേ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്ന അമ്മയായിട്ടിരുന്നുകയിൽ ഈ സമൂഹമായിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന ഏറ്റവും വലിയൊരു, അതിൽ കഴിഞ്ഞൊരു വേറെ ഒന്നുമില്ല. ഉണ്ടോ? അപ്പോൾ താങ്ക് യു. എന്തായാലും പ്രാർത്ഥിക്കട്ടെ, ഇനി ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഈ ഭാരവാഹികൾ, അവരുടെ ഡയറക്ഷൻ, അദ്ദേഹം ഈ വേദിയിൽ തന്നെ ഉണ്ട്. എല്ലാവരോടൊപ്പം സന്തോഷിക്കുവാൻ ആൾക്കാരുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാന്താവലെത്തി, വൈകിപ്പോയി. ഭക്ഷണം കഴിഞ്ഞ് അപ്പം വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. പ്രസിഡന്റിന്റെ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയല്ലേ. അവർക്ക് ഒരു തടസ്സവും ഇല്ല അല്ലേ? ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അവർക്ക് ഇല്ല. അപ്പോൾ ഇവിടുത്തെ പാലത്തറ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പിന്നെ ഇവിടെ ഈ ഉത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഭക്തരും അവർക്ക് വരുമ്പോൾ ഒരു പക്ഷേ ക്യൂ നിൽക്കാനോ നല്ലൊരു തണൽ തന്നെ ഉണ്ട്. പാലത്തറ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ്. ആ പറയുന്ന പറച്ചലിന് സത്യമുണ്ടെന്നാണ് അല്ലേ? വൃക്ഷങ്ങൾ ശിവരം കൊണ്ട് നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും പാലത്തറ എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാലത്തറയ്ക്ക് എന്നും ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ പ്രസിഡന്റും തൻ്റെ ഈ വേദിയിൽ സാക്ഷിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മളോടൊപ്പം ഒന്ന് പറഞ്ഞു സാർ. തിരുവനന്തപുരം. അതെ, അമ്മയുടെ നിലയിൽ വരുന്നതിനും ഇന്നത്തെ പൂജ നടത്തിക്കുന്നതിനും എനിക്ക് സാധിച്ചു. ോടൊപ്പം ഇന്നത്തെ പൂജാകർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനും ഗംഭീരമായിട്ടുള്ള എല്ലാ ബലിയർപ്പണത്തിനും പങ്കുചേരുന്നതിനും സാധിച്ചു. അമ്മയുടെ നാമത്തിൽ ഒരുപാട് അമ്മയ്ക്ക് നന്ദി പറയും. അമ്മയുടെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് നല്ല നല്ല ആശംസകൾ ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരും. വൈഫാണ് പ്രിയപ്പെട്ട വൈഫ് സംസാരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഊണ്? എങ്ങനെയുണ്ട് ഊണ്? കൊള്ളാം, സൂപ്പർ തന്നെ. പപ്പടം കിട്ടിയില്ലേ? കിട്ടി. ഇതാരാണ്? മോള്. ശരി. എന്തായാലും എങ്ങനെയുണ്ട്? സന്തോഷം. നമ്മളെ കൊല്ലത്ത് ഈ സമയത്ത് എല്ലാവർക്കും കൂടെ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു ഭാഗ്യമൊക്കെ ദൈവം തന്ന്, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ, താങ്ക് യു. എന്ന നിലയിൽ അമ്പല ഭാരവാഹിയുടെ രീതിയിൽ എന്തായാലും ഭക്തർക്ക് വരുന്നവർക്ക് ഒരു തടസ്സമല്ലാതെ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. അന്നദാനം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാദാനമാണ് പൊതുവെ. പക്ഷെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ആര് വന്നാലും എത്ര പേര് വന്നാലും അവർക്കുള്ള സദ്യ ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 7,000-8,000 പേർക്കെങ്കിലും ഞങ്ങളിവിടെ സദ്യ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു 5,000-6,000-ഓളം പേര് കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ ചൂടത്ത് പോലും ആൾക്കാരെ സദ്യനങ്ങൾ വന്ന് നല്ല
പൊള്ളുന്ന ചൂടാണ്. പലരും ഈ ആ ചൂടത്ത് ഞങ്ങൾ അവർക്ക് ക്യൂ നിന്നിട്ടാണ് വരുന്നത്. അവർക്ക് അവിടെ നിൽക്കുമ്പോൾ ദാഹത്തിലുള്ള ജലം അവിടെ അറേഞ്ച് വരുന്നുണ്ട്. അത് കൂടാതെ ഈ ചൂടത്ത് വന്ന് ഇത്ര ആഹാരം കഴിക്കാനുള്ള സന്നദ്ധ ഭഗവതിയോടുള്ള ഒരു ഭാരത ദേവിയോടുള്ള ആ ഒരു സമൂഹ സദ്യ, ദേവിയുടെ ഒരു സദ്യ കഴിക്കാനുള്ള ഒരു പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാരെ പ്രത്യേകം പറയാനുള്ള കാര്യത്തിൽ നമ്മുടെ ഈ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ സദ്യയുടെ വിജയം. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമേറിയ ഒരു വേളയാണ് ഇപ്പോൾ നടക്കുന്നത്. പാലത്തറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ എല്ലാ കറിയും കൂട്ടി വളരെ സത്യയിൽ വളരെ കേൾവി കേട്ടൊരു സ്ഥലമാണ് നമ്മുടെ പാലത്തറ ശ്രീ ദുർഗാദേവി ഭഗവതി ക്ഷേത്രം. നമുക്കറിയാം, നിരവധി സമൂഹ സദ്യ നടക്കുമ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെ അറിയുന്നു പറയാൻ പയ്യ വാക്കുകളില്ല. നമ്മളുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വെക്കുന്ന ഏറ്റവും വലിയ ഖജാഞ്ചിയാണ്, കൈപ്പുണ്യാണ്. അദ്ദേഹമായി പ്രത്യേകമായി നമ്മൾ ആ സെൽഫി കൂടെ എടുത്തു. പക്ഷേ ഈ പ്രവേലിയിൽ ഫ്രണ്ട് വശം തന്നെ വരും. പക്ഷേ അദ്ദേഹത്തിന്റെ പേരെന്താണ്? എന്താ പേര്? കൊട്ടാരക്കര ഷാജി ചേട്ടാ. വിശക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് വേണം, വിശക്കുമ്പോൾ ഞങ്ങൾക്ക് വേണം. വരാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും അന്നദാനം കമ്മീഷണർ വിനു ചേട്ടന് എല്ലാ നമസ്കാരം കൊടുക്കുന്ന അമ്മയുടെ പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പാലത്തറയിൽ നിന്നും ക്യാമറ മീനാക്ഷിയോടൊപ്പം KM ഇടിക്കൊണ്ടി, കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.